വെൽക്കം ടു ലെജൻഡ്സ്. നമുക്ക് കുർത്തിയുടെ വീഡിയോ ആണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന മോഡൽ. പിന്നെ തന്നെ ഞാൻ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരും ചോദിച്ചൊരു സജഷൻ എന്ന് പറഞ്ഞാൽ വീനെക്ക് അല്ലാതെ നോർമൽ നെക്ക് കൊണ്ടുവരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാറ്റേണിലാണ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ ഇത് പ്രിന്റ് കാണാൻ നല്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന അതേ തന്നെ ആ ഒരു പാറ്റേണിൽ ചെറിയ പ്രിന്റിന് ചെറിയ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇത് രണ്ട് കളേഴ്സിലേക്ക് വന്നേക്കുന്നത്. ഇത് ഒരു പിങ്കും ഓറഞ്ച്, ലൈറ്റ് ഓറഞ്ചും ലൈറ്റ് പിങ്കൂടുള്ള കോമ്പിനേഷനാണ് ചെയ്തേക്കുന്നത്. ഇത് നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള ഫാബ്രിക്കാണ്. ലിനൻ കോട്ടൺ ബ്ലെൻഡഡ് ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൽ ലാർജ് തൊട്ട് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ലൂസാണ്. നിങ്ങൾ സാറിന് എടുക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതി. മീഡിയം ഇല്ല, ലാർജ് തൊട്ട് 3XL വരെയാണ് സൈസസ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു കട്ടിങ്ങും ഒക്കെ നല്ല കേട്ടോ. ചെറിയൊരു ലേസ് വർക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിൻസസ് കട്ട് പോലെ ഈ സൈഡിൽ കൂടെ രണ്ട് സൈഡിലും ആ ഒരു ലേസ് വർക്ക് രണ്ട് സൈഡിലും വരുന്നുണ്ട്. പ്രിൻസസ് കട്ട് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ഇച്ചിരി ലൂസ് ആയതുകൊണ്ടാണ് ഒരു ചക്കലും ഇവിടം കൊണ്ട് ഇച്ചിരി ലൂസായിട്ട് കിടക്കുന്നത്. രണ്ട് ടക്കിട്ട് കൊടുത്താൽ ഓക്കെ ആവും. നിങ്ങൾ നോർമൽ സൈസ് തന്നെ എടുത്താൽ മതി, വലിയ വ്യത്യാസമൊന്നും വരത്തില്ല. വൺ സൈഡിൽ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഡെയിലി വെയർ ചെയ്യുന്നവർക്ക് നല്ല മെറ്റീരിയലാണ്. ഇത് മെറ്റീരിയലും നല്ല കൂളാട്ടോ. ഡെയിലി യൂസ് ചെയ്യാൻ നല്ല ഐറ്റം. പിന്നെ കയ്യിൽ ചെറിയ പിൻ്റെ പാറ്റേണിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കാണത്തില്ല, കാരണം ആ സെയിം മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. പക്ഷേ അതൊക്കെ നമുക്ക് ഇടുമ്പം ഒരു ഭംഗി കൂടുതൽ എന്നാലും വരും കേട്ടോ. ഏകദേശം 46 ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇതിന് കോൺട്രാസ്റ്റ് മാച്ചിങ്ങിൽ കളേഴ്സ് ബോട്ടം യൂസ് ചെയ്യാം. പിങ്കോ ഓറഞ്ചോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത് ലൈറ്റ് ഗ്രീനും ഒക്കെ മാച്ച് ആവും. അല്ലെങ്കിൽ ലൈറ്റ് ആഷോ ഗ്രേയോ ഒക്കെ നല്ല കേട്ടോ. ഇത് ഡെയിലി യൂസുകാർ ഉദ്ദേശിച്ച് വരുന്ന ഐറ്റമാണ്. കളർ പോകുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതിന് ഈ ഒരു മെറ്റീരിയൽ എപ്പോഴും നല്ല സ്വീകാര്യതയുള്ളൊരു മെറ്റീരിയലാണ്. കാണാനും നല്ല ഭംഗിയാണ്. ആ ഒരു കളർ കോമ്പിനേഷൻസ് ഒക്കെ നല്ല. ഇപ്പോൾ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്. പെട്ടെന്ന് അങ്ങനെ വ്യത്യാസം അറിയില്ല, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. സൈസ് ഞാൻ പറഞ്ഞില്ല, ലാർജ് തൊട്ടേ ഉള്ളൂ. നിങ്ങൾ സാറിന് ഉപയോഗിക്കുന്ന സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്പർ M920, റേറ്റ് 790, 790. രണ്ടാമത്തെ ഷെയ്ഡ് ഇതാണ്. പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ. ഇതിനകത്ത് ആ ഒരു പിങ്കിന് പകരം യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻ ആണെന്നുള്ളതേ ഉള്ളൂ. സൂക്ഷിച്ച് നോക്കിയാലേ മനസ്സിലാവുള്ളൂ. പിന്നെ ബാക്കി ലേസും കാര്യങ്ങളൊക്കെ സെയിം തന്നെ രീതിയിൽ, പ്രിൻസസ് കട്ടിൻ്റെ രീതിയിൽ രണ്ട് സൈഡിലോട്ടും ലേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്കിൻ്റെ ഇവിടെയും ലേസ് വരും. നെക്കൊക്കെ നല്ല കേട്ടോ, ഒത്തിരി ഡീപ്പായിട്ട് നിൽക്കുന്നതല്ല, നോർമൽ നെക്കാണ് കൊടുത്തേക്കുന്നത്. ഇതാണ് നെക്കിൻ്റെ പോർഷൻ വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, സ്ഥിര ഉപയോഗക്കാർക്കാണ് നല്ലത്. നല്ല കട്ടിയുള്ള ഫാബ്രിക്കും കേട്ടോ. ലൈനിങ് ഇടാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല ഐറ്റമാണ്. പിന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ, അങ്ങനെ ട്രാൻസ്പെറൻ്റ് ഒന്നും അല്ലേ. പിന്നെ ഇവിടം കൊണ്ടാണെങ്കിലും അത്യാവശ്യം വിരിവ് കിട്ടും. ഈ ഒരു മെറ്റീരിയലിന് നമുക്ക് ആ പ്രിൻസസ് കട്ടിൻ്റെ പാറ്റേണിൽ പോയിരിക്കുന്നതുകൊണ്ട് ഇവിടം കൊണ്ട് വിരിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ താഴത്തോട്ട് ഒത്തിരി സ്ലിറ്റ് ഇങ്ങനെ തുറന്നു പോകുന്ന അങ്ങനത്തെ ഒരു പ്രശ്നം വരത്തുമില്ല. അപ്പോൾ ഇതിൻ്റെ സൈസസ് ലാർജ് തൊട്ട് 3XL വരെയാണ്. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മീഡിയം ലാർജ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഓരോ പോർഷനിലും. നിങ്ങളുടെ സൈസ് ഏതാണോ വരുന്നത് ആ സൈസ് വരുമ്പോൾ വേണം സ്ക്രീൻഷോട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ M922, റേറ്റ് 790, 790.